സ്തോത്രം. കാര്യങ്ങളെല്ലാം വഷളാകുക. എന്നാലും എന്തു ചെയ്യും? സ്തോത്രം. വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. ഈ 12 ഗോത്രപ്രഭുക്കന്മാരും ഞാൻ വിശ്വസിക്കുന്നത് സ്തോത്രം 12 പേരും മരുഭൂമിയിൽ അയക്കുന്നതിന് മുമ്പ് അവർക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് നമുക്ക് ദൈവം തരാൻ പോകുന്നതാണ്. സ്തോത്രം. അന്ന് നെഗറ്റീവ് പറഞ്ഞിരുന്നെങ്കിൽ മോശ വിടത്തില്ലായിരുന്നു. സ്തോത്രം. 12 പേരെ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ പിന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതല്ലേ, ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ടിങ്ങ് വരട്ടെ. സ്തോത്രം. നമ്മളും പല ഇതുപോലെ വീമ്പടിക്കാറല്ലേ. സ്തോത്രം. 12 പോയത് വിശ്വാസത്തോടെ തന്നെയാണ്, പോസിറ്റീവായിട്ട് എല്ലാം കാര്യങ്ങൾ കണ്ടുകൊണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അനാക്യ മല്ലന്മാരെ കണ്ടപ്പോഴത്തേക്കും പതറിപ്പോയി. വിഷയത്തോട് അടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കും? സ്തോത്രം. മറ്റൊരാൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം ഭയങ്കരമാണ്, അങ്ങ് വിശ്വസിക്കാനാണ് പറയുന്നത്. പക്ഷെ ആ വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ചിന്തിച്ചു നോക്കണം. എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ പ്രതികരിക്കും? പറയാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഞാൻ പറയട്ടെ, അതിൽ കൂടെ കടന്നു പോയവർക്കേ അറിയത്തുള്ളൂ സ്തോത്രം അതിൻ്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവവേദന ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും അതിന്മേൽ സ്തോത്രം എനിക്കും നിങ്ങൾക്കും അനുകൂലവാദിയായി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. സ്വർഗീയ ഭാഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. സ്തോത്രം. വാക്കുകൾക്ക് പൊളിക്കാനും കഴിയും, പണിയാനും കഴിയും. സ്തോത്രം. വാക്കുകളുടെ ശക്തി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ജീവനും മരണവും അതിൻ്റെ അധികാരം നമ്മുടെ നാവിന്മേലാണ്. അപ്പൊ പൊളിക്കാൻ എളുപ്പമാണ്, വാക്കുമതി. പണിയാനും വാക്കുമതി. നാം പൊളിക്കുന്നവരല്ല, നാം പണിയുന്നവരായി മാറണം. കർത്താവ് സ്തോത്രം പണിയുന്ന കർത്താവാണ്, പണിയുന്ന കർത്താവാണ്. എന്നാൽ പൊളിക്കാൻ വരുന്ന ഒരു പിശാചുണ്ട്. കർത്താവ് പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ഇളകി വന്നാലും ജയിക്കത്തില്ലെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കർത്താവ് നമുക്കുള്ളതോർത്ത് സ്തോത്രം.